സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിയ ഒരാളാണ് ജി സുകുമാരൻ നായർ ഒരു രാഷ്ട്രീയ ഒരു കാലഘട്ടത്തിൽ. ആ സമയത്ത് പക്ഷേ നമ്മൾക്ക് വേണ്ട വിധം അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു മഞ്ഞുരുകൽ എങ്ങനെയാണ് ഒരു തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാ സമുദായ സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായും നല്ല ബന്ധം പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്കും അവരുടെ സംഘടനകൾക്കുമൊക്കെ കേരള സമൂഹത്തിൽ ഒരു വലിയ പങ്ക് നിർവഹിക്കുന്നവരാണ്. അതുപോലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരാണെങ്കിലും ഇസ്ലാം മത നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും, ഹിന്ദുമത സംഘടനകളാണെങ്കിലും പട്ടികജാതി പട്ടികവർഗ സംഘടനകളാണെങ്കിലും എല്ലാവരും അവരുടേതായ മേഖലകളിൽ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അവരുടെ പങ്കിനെ നമ്മൾ കാണാതെ കടന്നു പോകാൻ പാടില്ല. അതാണ് എപ്പോഴും ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു പരാമർശമുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? അല്ലാത്ത പാർട്ടിക്കകത്ത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളതൊക്കെ പറഞ്ഞു തീർത്ത് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇനിയും വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേരളം ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രിയ കേസിൽ വിധി വരികയാണ് ഇന്ന്. എങ്ങനെയാണ് താങ്കളുടെ വിധി? വരട്ടെ, നമുക്ക് വിധി കാത്തിരിക്കാം. നീതി പ്രതീക്ഷിക്കുന്നു. ആ കുടുംബത്തിനും സമൂഹത്തിനും നീതി കിട്ടും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. വൈക്കത്തിൻ്റെ മണ്ണിൽ നിന്ന് ഏതായാലും എന്താ പറയുക, ഒന്നുകൂടെ സാമുദായിക സംഘടനയുമായിട്ടുള്ള സ്നേഹവുമായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. വൈക്കമെന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാനിവിടെ 4 തവണ മത്സരിച്ചു, 3 തവണ MP ആയ സ്ഥലമാണ്. വൈക്കമെന്നും എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. എനിക്കിവിടുത്തെ ജനങ്ങളെ ഇഷ്ടമാണ്, പാർട്ടി പ്രവർത്തകരെ ഇഷ്ടമാണ്. നല്ല സ്ഥലമാണ്. നിസ്വാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുള്ള സ്ഥലമാണ് ഈ വൈക്കം. അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായിരുന്ന കാലത്തും വൈക്കത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ, ഇവിടെ DYSP ഓഫീസ്, ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ അനുവദിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വൈക്കം എന്നും ഒരു മാറ്റത്തിൻ്റെ, ഒരു നവോത്ഥാനത്തിൻ്റെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒരു വ്യക്തിയാണ്.